ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ്. അതായത് നമ്മൾ ബൈ സോൺ സെൽ സോൺ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ചാർട്ട് നോക്കി മാർക്ക് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് നോക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ടിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ ആണ്. അതായത് ഏത് പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിരിക്കുന്നത്, ആ ഒരു പോയിന്റ് പ്രീവിയസ് ഡേയ്സിലുള്ള ചാർട്ട് നോക്കി നമ്മൾ കണ്ടുപിടിച്ച് ആ ലെവൽസ് മാർക്ക് ചെയ്താൽ മതി. പിന്നീട് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ആ ഒരു ലെവൽസിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ എൻട്രി കിട്ടാറുണ്ട്. അപ്പോൾ ഇത് 13-ാം തീയതിയിലത്തെ ചാർട്ടാണ്, ഇത് 12-ാം തീയതിയിലത്തെ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ഈ 13-ാം തീയതി ഈ ഒരു ഹൈന്ന് താഴേക്ക് വന്നു, വീണ്ടും തിരിച്ച് കയറി, വീണ്ടും താഴേക്ക് വന്നു, പിന്നെ തിരിച്ച് കയറാൻ ശ്രമിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ ഒരു ഹൈ എപ്പോഴും സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും, അതായത് ഒരു സപ്ലൈ സോൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് നല്ല രീതിയിൽ താഴേക്ക് വന്നത്. പിന്നീട് ആ ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ആ ലിസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ, ഇതേപോലെ മാർക്ക് ചെയ്തു. കാരണം ഇവിടെ ഹൈ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഹൈ ഉണ്ടായിരുന്നു, അത് രണ്ടും ചേർത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്രയും ഈ ഒരു ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ സോണാണ്, അതായത് സെൽ സോണാണ്. കാരണം അവിടെ നിന്നാണ് നല്ല രീതിയിൽ സെല്ലിങ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് വന്നു, ഇവിടെ നിന്ന് വന്നു. ഇനി എവിടെ നിന്നാണ് മാർക്കറ്റ് കയറിപ്പോയി നോക്കാം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലോയിൽ നിന്ന് കയറിപ്പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവൽ മാർക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് കയറിപ്പോയിരിക്കുന്നത്. ആ ലെവൽ മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് താഴേക്ക് വന്നു, ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറിക്കുന്നത്. ആ ഒരു ലെവൽ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് താഴേക്ക് വരാണ് ചെയ്തത്. വീണ്ടും അത് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോഴാണ് തിരിച്ച് കയറിപ്പോയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെവൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എക്സാക്റ്റ് ആ ഒരു പോയിൻറ്റ്. ഓക്കെ, കാരണം ഈ ഒരു പോയിൻറ്റിൽ നിന്നാണ് മാർക്കറ്റ് ഈ ഒരു ഹൈ പോയിരിക്കുന്നത്, ഈ ഒരു പോയിൻറ്റിൽ നിന്നാണ് മാർക്കറ്റ് ഈ ഒരു ഹൈ പോയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ലോ ഒന്ന് മാർക്ക് ചെയ്യാം, കഴിഞ്ഞ ദിവസത്തെ ലോ ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ അടുത്തത് ഈ ലെവൽസിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എൻട്രി നോക്കിയാൽ മതി. അത് നമ്മളൊരു ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇൻഡിക്കേറ്റേഴ്സൊക്കെ ലാഗിങ് ആയതുകൊണ്ട് നമുക്ക് എക്സാക്റ്റ് ആ ഒരു പോയിൻ്റ് എൻട്രി കിട്ടത്തില്ല. നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ലെവലിൽ ടച്ച് ചെയ്ത് എപ്പോഴാണ് 5 മിനിറ്റ് ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എൻട്രി എടുക്കും. അല്ലെങ്കിൽ ഈ മുകളിലത്തെ ലെവലിൽ ടച്ച് ചെയ്ത് എപ്പോഴാണ് റെഡ് ക്യാനിൽ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സെൽ എൻട്രി എടുക്കും. ഇവിടുന്ന് ബൈ എൻട്രി ആണെങ്കിൽ, താഴെയാണെങ്കിൽ സെൽ എൻട്രി എടുക്കും. ഈ ലെവൽസിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ട്രേഡ് ഇല്ല, നോ ട്രേഡ് സോണാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പെർഫോമൻസ് നോക്കാം. ഫസ്റ്റ് ക്യാനിൽ തന്നെ നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തു, 5 മിനിറ്റ് ഗ്രീൻ ക്യാനിൽ മുകളിൽ ക്ലോസ് ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു, ഇവിടെയും വിക്കുണ്ട്, ഇവിടെയും വിക്കുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും സെല്ലിംഗ് ഉണ്ട്. അപ്പോൾ ഇത് കൺഫ്യൂസ്ഡ് ക്യാൻഡിലാണ്. അപ്പോൾ വേണമെങ്കിൽ ഇത്തരം ക്യാൻഡിൽസ് വരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അവോയ്ഡ് ചെയ്യാം ട്രേഡ്. ഓക്കെ, കാരണം ചിലപ്പോൾ ഏത് സൈഡിലാണ് പോകുന്നത് നമുക്ക് അറിയത്തില്ല, കാരണം രണ്ട് സൈഡിലും സെല്ലിംഗ് ഉള്ള കാരണമുണ്ട്. പക്ഷേ അത് തിരിച്ച് കയറാണ് ചെയ്തത് കണ്ടോ, തിരികെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു എൻട്രി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അടുത്ത ക്യാനിൽ നമുക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ റിജക്ഷനാണ് വരുന്നത്. ഇവിടെ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ക്യാനിൽ റെഡ് ക്യാനിൽ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രിക്ക് ഓപ്ഷൻ ഉണ്ട്, ചെറിയൊരു ടാർഗറ്റ് ആയിരിക്കുള്ളൂ. അതല്ലെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടും, കാരണം പിന്നീടുള്ള സപ്പോർട്ട് പറഞ്ഞാൽ ഈ ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഏരിയ വരെ നല്ല പോയിൻറ്റ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലെവലിന് താഴെ ക്ലോസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് എൻട്രി നല്ലത്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്താലായിരിക്കും നമുക്ക് എൻട്രി നല്ലത്, കാരണം ഇവിടെ വരെ നമുക്ക് ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സൈഡിലാണ് നമുക്ക് നല്ല രീതിയിൽ പോയിൻറ്റ്സ് കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള എൻട്രീസ് നമുക്ക് കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്, കാരണം മാർക്കറ്റ് താഴേക്ക് വന്നു, എക്സാക്റ്റ് ആ ഒരു റേഞ്ചിൽ ടച്ച് ചെയ്തു, തിരിച്ച് കയറി 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം, ബൈ എടുക്കാം. നിങ്ങൾ ബൈ എടുക്കാമെങ്കിൽ ബൈ എടുക്കാം. ഈ ഒരു പോയിൻ്റ് ടാർഗറ്റ് വെച്ചാൽ മതി, നല്ലൊരു പോയിൻ്റ് നമുക്ക് ടാർഗറ്റ് വയ്ക്കാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാം.
ഓക്കെ, നമ്മൾ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എൻട്രി എന്ന് പറഞ്ഞത് മാർക്കറ്റ് താഴേക്ക് വന്ന് 5 മിനിറ്റ് റെഡ് ക്യാനിലാണ് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് എൻട്രി എടുക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ആ ലെവൽസിന് താഴെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സെല്ലാണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു വിക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിൽ ഇട്ടിരുന്നെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്തേനെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തേനെ. ഇവിടെ നിന്ന് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തേനെ. വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരാണ്. വീണ്ടും നമുക്കിവിടെ എൻട്രി എടുക്കാം. കാരണം ആ ഒരു ലെവൽ ജസ്റ്റ് ബ്രേക്ക് ഔട്ട് ഫെയിലർ ആയിട്ട് താഴെ വന്നു. വീണ്ടും സെല്ലാണ്. ഇതാണ് നമ്മൾ ടാർഗറ്റ് വെച്ചേക്കാം. ഓക്കെ, മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ സെല്ല് ചെയ്തു. അത് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 115 പോയിൻറ്റ്സ് താഴെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ടാർഗറ്റും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിരുന്നു. ജസ്റ്റ് ആ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് താഴേക്ക് വരാൻ ചെയ്ത് കേട്ടോ. ഇവിടെ വീണ്ടും നമുക്ക് സെല്ല് വന്നു. അതും ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു. 178 പോയിൻറ്റോളം 184 പോയിൻറ്റോളം താഴെ വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് കയറാൻ ചെയ്തത്. എന്നിരുന്നാലും ക്ലോസിങ് തന്നെ നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 81 പോയിൻറ്റ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ നോക്കിയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് കാണുന്നത് ബൈ സോൺ സെൽ സോൺ ആണ്. അതായത് സപ്ലൈ ഡിമാൻഡ് സോൺ ചാർട്ട് നോക്കി കണ്ടുപിടിച്ചാൽ മതി. അത് വളരെ സിമ്പിളാണ്. ഏത് പോയിന്റിലാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിരിക്കുന്നത് ആ ഒരു പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. കാരണം നമുക്ക് ഇവിടുന്ന് മനസ്സിലായി ഇവിടെ നിന്നാണ് സെല്ലിങ് വന്നത്, ഇവിടുന്ന് ഒരു ബൈങ് വന്നിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് വീണ്ടും ഒരു സെല്ലിങ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലെവൽസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആ ഒരു സപ്പോർട്ട് ലെവൽ ആയതുകൊണ്ട് മാർക്ക് ചെയ്തു. ഇവിടെയും സപ്പോർട്ട് ലെവലാണ്. കാരണം ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഹൈ പോയിരിക്കുന്നത്. അപ്പോൾ ആ ലെവൽ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ആ ലെവൽ ഇവിടെയും നല്ല രീതിയിൽ റെസ്പെക്റ്റും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ആ ഒരു ലോ കഴിഞ്ഞ ദിവസത്തെ ലോ ആയതുകൊണ്ട് ആ ലെവൽസ് മാർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ ലെവൽസ് മാർക്ക് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നോക്കാം കേട്ടോ. ഇതാണ് സപ്ലൈ സോൺ. നല്ല രീതിയിൽ സെല്ലിങ് വരുന്ന ഏരിയ ആണ് ഇവിടെ കണ്ടോ. ഇവിടെ സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടെ സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടെ സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടെ സെല്ലിങ് വന്നിട്ടുണ്ട്. ഇനി എവിടെ നിന്നൊക്കെയാണ് കയറി പോയിരിക്കുന്നത്? ഇവിടെ നിന്ന് മാർക്കറ്റ് ഹൈ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് ഹൈ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം ഈ 2 ലെവൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് ബൈ വന്നു, ഇവിടെ നിന്നും ബൈ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്നും ബൈ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്നും ചെറിയ രീതിയിൽ ബൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇത് സപ്ലൈ സോണായി. ഇനി അടുത്ത ദിവസം മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറി ഗ്രീൻ ക്യാനിലാണ് വരുന്നതെങ്കിൽ നമുക്കവിടുന്ന് ബൈ എടുക്കാം. ഈ ഒരു ലെവലിൽ ടാർഗറ്റ് കാണും. ഇനി അതെല്ലാം മാർക്കറ്റ് കയറിപ്പോയി ഈ ലെവൽ ഹിറ്റ് ചെയ്ത് താഴേക്ക് റെഡ് ക്യാനിൽ വരാണെങ്കിൽ നമുക്കവിടുന്ന് സെല് ചെയ്തിട്ട് ഈ ഒരു ലെവൽ ടാർഗറ്റ് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ സപ്ലൈ ഡിമാൻഡ് സോണിന് മാർക്ക് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇതിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.